കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹാർവസ്റ്റ് ടിവിയിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം. വാസ്തവത്തിൽ ഓരോ വ്യക്തികൾ കടന്നു പോകുന്നത് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. ചിലർ ഉയർന്ന സാമ്പത്തിക ചുറ്റുവട്ടത്തിൽ ജീവിച്ചേക്കാം, മറ്റു ചിലർ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ ജീവിച്ചേക്കാം, മറ്റു ചിലർ വളരെ സൗന്ദര്യമുള്ളവരായിരിക്കാം. എന്നാൽ വേറെ ചിലർ തങ്ങൾ വിരൂപരാണെന്ന് തങ്ങൾക്ക് തന്നെ തോന്നാം. മറ്റു ചിലർ കൊടിയ ദാരിദ്ര്യത്തിൽ ആ ദാരിദ്ര്യത്തിൻ്റെ ഭീകരത മുഴുവൻ അനുഭവിക്കുന്നവരായിരിക്കും. വേറെ ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല. രോഗങ്ങളോ ചിലപ്പോൾ അംഗവൈകല്യങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. മനുഷ്യ സഹജമായ ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അത് ഈ വിധത്തിൽ ഏതെങ്കിലുമൊക്കെ വ്യത്യസ്തതകൾ കാണും. ഇനി ചിലർക്ക് ഇങ്ങനെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലെങ്കിലും ഒട്ടും സമാധാനം കണ്ടു എന്ന് വരത്തില്ല. ജീവിതത്തിൽ ഭയങ്കര നിരാശ, വല്ലാത്ത ആകുലത, ജീവിക്കണമെന്നുള്ള താല്പര്യമില്ലാതിരിക്കുക, ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് മനുഷ്യന്. പക്ഷെ ചില ആളുകളുണ്ട് അതിതീവ്രതയേറിയ പ്രശ്നങ്ങളെ പോലും സധൈര്യം നേരിടുന്നവർ, കുറവുകളെ കുറവുകളായി കാണാത്തവർ, കുറവുകളെ വിജയത്തിനുള്ള ചവിട്ടുപടികളായി കണ്ടിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് വിജയത്തെ നേടുന്നവർ. അങ്ങനെയൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ ഹാർവസ്റ്റിൻ്റെ സ്റ്റുഡിയോയിലുണ്ട്. ആ കുടുംബത്തെ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. കോട്ടയം പുതുപ്പള്ളി അഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ബ്രദർ ജോസ് ഫെർണാണ്ടസ്, അദ്ദേഹത്തിൻ്റെ മിസ്സസ്. ദൈവം അവർക്ക് കൊടുത്ത 3 മക്കളിൽ ഒരാളാണ് ഫാനിമോള്. മറ്റ് 2 മക്കളൂടെയുണ്ട്. അവരിപ്പോൾ കാനഡയിലാണ് ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നത്. ഈ ഫാനിമോള് ജനനത്തോടനുബന്ധിച്ച് കണ്ണിന് ചില തകരാറുകളുണ്ടായി. ഫാനിമോൾക്ക് 100% കാഴ്ചയില്ല. ഇപ്പോൾ 28 വയസ്സായി. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണിയാണ് ഈ കുടുംബത്തിന് പറയാനുള്ളത്. ഫാനിമോൾക്ക് വെളിച്ചമുണ്ടെങ്കിൽ വെളിച്ചമാണെന്ന് കാണാം, പക്ഷേ അതിനപ്പുറത്തൊന്നും കാണാനായിട്ട് പറ്റില്ല. പക്ഷേ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങളുടെ ചർച്ചിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ആരാധനകളിൽ ഞങ്ങളുടെ മെയിൻ സിംഗറാണ് ഫാനിമോള്. വളരെ നന്നായി പാടും. ഫാനിമോളെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അവർക്ക് ദൈവം ദാനമായി നൽകിയ ഈ കുഞ്ഞിൻ്റെ ഈ പ്രശ്നത്തിൽ അവരെങ്ങനെയാണ് കാര്യങ്ങളെ നേരിട്ടത്, അവരുടെ ജീവിത സാഹചര്യം എന്തായിരുന്നു, ഇത്യാദി കാര്യങ്ങൾ അവർ നമ്മളോട് പറയും. നിശ്ചയമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പരാജയങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്പർശിക്കും. പരാജയങ്ങളല്ല എന്ന് ബോധ്യമാകത്തക്ക വിധത്തിൽ നിങ്ങളെ ദൈവം ശക്തീകരിക്കും. കുറവുകളിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷി പറന്നുയരുന്നത് പോലെ പറന്നുയരാൻ ദൈവം നിങ്ങളെ സഹായിക്കും. കർത്താവ് നമ്മളെ ആ നിലകളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാനിമോളുടെ ജനനം, ആ ജനന സമയത്ത് നിങ്ങൾ എവിടെ ആയിരുന്നു, ആ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലാകത്തക്ക വിധത്തിലൊന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഫാനിയുടെ ജനനം നാട്ടിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് വിദേശത്തൊക്കെ ആയിരുന്നു. ജനന സമയത്ത് ഒരു കാഴ്ച ഉണ്ടോ ഇല്ലെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു മാസത്തിനകത്താണ് അറിയുന്നത് ഇങ്ങനെ ഫുൾ കാഴ്ചകൾ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞപ്പോൾ പിന്നെ ഹോസ്പിറ്റലുകളെല്ലാം കൊണ്ടുപോയി ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു, ഓപ്പറേഷനൊക്കെ ചെയ്തു. എന്നിട്ടും എത്ര ഓപ്പറേഷൻ ചെയ്തതാണ്? 2-3 ഓപ്പറേഷനൊക്കെ ചെയ്തു. എന്നിട്ടും അത് കാഴ്ച ലഭിക്കില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു. ഇതിൻ്റെ വെയിൻസൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നതുകൊണ്ട് ഇനി കാഴ്ച ഒരിക്കലും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ആ ഒരു രീതിയിൽ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ആ പ്രയാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ
കുറച്ച് നാൾ ഇവിടെ ബ്ലൈൻഡ് സ്കൂളിലൊക്കെ പഠിച്ചു. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു 7ാം ക്ലാസ് വരെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങ് കൊണ്ടുപോയി മസ്കറ്റിലേക്ക് കൊണ്ടുപോയി. അവിടെ ആയിരുന്നു. പക്ഷെ അവിടെ ഒരു 10-15 വയസ്സ് വരെ ഇങ്ങനെ വീട്ടിൽ തന്നെ ഒതുങ്ങി അങ്ങ് പോവുകയാണ്. ഞങ്ങൾ പോകുമ്പോഴും വെളിയിലൊന്നും ഞങ്ങൾ വലുതായിട്ടൊന്നും പോവുകയോ കൊണ്ടുപോയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഒരു ഒതുങ്ങി ഞങ്ങളെ ഒരു ജീവിതമായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. കാരണം മോളെ കൊണ്ട് പോകണ്ടേ, അതുകൊണ്ട് അങ്ങനെ ഒരു ഇത്. അങ്ങനെ വീട്ടിലൊക്കെ ഞങ്ങൾ പാടുന്നതിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. വല്ലപ്പോഴൊക്കെ ഇങ്ങനെ വീട്ടിൽ ഞങ്ങൾ പാടുന്ന സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പാടും. ഫാനി ട്വിൻസ് ആയിരുന്നു അല്ലേ? ട്വിൻസിൽ ഒരാളാണ്. അപ്പം ഈ ട്വിൻസിൽ ഒരാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്നറിഞ്ഞപ്പം അമ്മ എന്നുള്ള നിലയിൽ എങ്ങനെയാണ്, എന്താണ് ഫീൽ ചെയ്തത്? അയ്യോ, ശരിക്കും വല്ലാത്തൊരു വേദനയായിപ്പോയി എന്ന്. ഇങ്ങനെ ആദ്യം ഇങ്ങനെ കണ്ണിനെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. പിന്നെ 1-2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി ഇത് ഒരു സീരിയസ് കണ്ടീഷനാണെന്നുള്ളത് നമുക്ക് മനസ്സിലായത്. കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്തു. അത് ആദ്യം അങ്കമാലിയിൽ ചെയ്തു, പിന്നെ ചെന്നൈയിൽ കൊണ്ടുപോയി. അങ്ങനെ 2-3 ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയും കാഴ്ച കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര വല്ലാത്തൊരു വേദനയായിപ്പോയി. അത് പറയാൻ പറ്റത്തില്ല, അതുപോലെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ഞാനവിടെ ഒരു കാര്യം ഒന്ന് പറയും. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായത്. അപ്പം എനിക്ക് 2 മക്കളാണ്. അപ്പം എൻ്റെ മകളും ഇതുപോലെ ഡെലിവറി സംബന്ധമായിട്ട് വാക്വം ഡെലിവറി ചെയ്ത കൂട്ടത്തിൽ അവൾക്കൊരു ചെറിയ പ്രയാസം ഉണ്ടായി. അപ്പം ആദ്യത്തെ ഒരു 2 വയസ്സ് വരെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അവൾക്ക് പ്രശ്നമുണ്ടെന്ന്. പക്ഷേ പിന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പം അവളുടെയും കണ്ണിന് കാഴ്ചക്കുറവുണ്ട്. അപ്പം അത് കാഴ്ചക്കുറവെന്ന് പറയുമ്പോൾ -4 പോയിൻ്റാണ്. അപ്പം അത് പരിശോധിച്ചു, കണ്ണാടി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എത്ര കാലം വെക്കേണ്ടി വരും? ആജീവനാന്ത കാലം വെക്കണമെന്ന് പറഞ്ഞപ്പം കണ്ണട വെച്ചാൽ മതി, -4 പോയിൻ്റേ ഉള്ളൂ. പക്ഷേ എനിക്കത് താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ആ ഒരു വാർത്ത. ഞാനൊന്ന് ഓർക്കുന്നുണ്ട്, കാഞ്ഞിരപ്പള്ളിയിൽ ഒരു കൺവെൻഷന് പോകുമായിരുന്നു ഞാൻ. കാഞ്ഞിരപ്പള്ളി ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനായിരുന്നു. അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കാണിച്ചത്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനെ കണ്ണട വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ആജീവനാന്തകാലം എനിക്കതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്കത് താങ്ങാൻ പറ്റാത്തൊരു പ്രയാസമാണ്. അപ്പം കണ്ണട വെക്കണമെന്ന് പറഞ്ഞപ്പം എനിക്കത് അത്രയും ദുഃഖമായെങ്കിൽ, എൻ്റെ കുടുംബത്തിന് അത്രയും ദുഃഖമായെങ്കിൽ നിങ്ങൾക്കുണ്ടായത് നമുക്ക് ഊഹിക്കാനായിട്ട് പറ്റും. സത്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് പിന്നീട് അതിൽ ധൈര്യപ്പെട്ടത്? ഒരുപക്ഷെ അത് പറയുവാണെങ്കിൽ നമ്മുടെ കേൾവിക്കാർക്ക് പിന്നെ എന്ന് വെച്ചാൽ നമുക്കത് വല്ലാത്ത വേദനയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ വല്ലാത്ത വേദനയായിപ്പോയി. പിന്നെ ഈ കൊച്ചിനെ പിന്നെ നമ്മൾ ദൈവം തന്നതല്ലേ, ദൈവത്തിൽ തന്നെ നമുക്കൊരു ആശ്രയമൊക്കെ ഉണ്ട്. എന്നാൽ ശരിക്കും നമ്മൾ ആ ഒരു സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു അവസ്ഥയല്ലായിരുന്നു അന്ന്. അന്ന് ഞങ്ങൾ കാത്തലിക് ഇതിലായിരുന്നു, വിശ്വാസത്തിലായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കുറേ നാളത്തേക്ക്, കുറേ വർഷങ്ങളിലേക്ക് നമ്മൾ ഈ കൊച്ചിനെ കൊണ്ട് ഒരുപാട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. അത് ഒരുപാട് വേദന. പ്രയാസം എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിന് ഇങ്ങനെ വന്നതിലുള്ള വേദന, അത് തന്നെ. കൂടെ വേറൊരാളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിമച്ചുറായിരുന്നു. ഒരു 7.5 മാസമായപ്പോൾ ഡെലിവറി ആയതാണ്. പിന്നെ മറ്റേ മൂക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടേഴ്സ് എല്ലാം പലയിടത്തും ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രത്യാശയോടെ ഇങ്ങനെ ഇരുന്ന് അവളെ സ്കൂളിലാക്കുന്ന സമയമാകുമ്പോഴത്തേക്കൊക്കെ ഇവക്ക് ഒരു വ്യത്യാസം വരും, 2 പേരെയും കൂടെ ഒരുമിച്ച് സ്കൂളിൽ വിടണം, അങ്ങനെയൊക്കെ ഇങ്ങനെ വലിയ ആഗ്രഹത്തിലൊക്കെ ഇരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പോഴെല്ലാം ദൈവം ഒരു വല്ലാത്ത ധൈര്യം തന്നു. അവസാനം നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾക്ക് പിന്നെ പതിയെ സന്തോഷമായി. ഇത് ഞങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒന്നിരുന്നു, ഉപവാസത്തോടെ ഒന്നിരുന്ന്, ദൈവമേ ഇത് ഞങ്ങളുടെ കുറവാണോ ഇങ്ങനെയൊക്കെ വന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുക, ഫാനിമോളുടെ എത്രാമത്തെ വയസ്സിലാണ് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്? ഫാനിമോൾക്കൊരു 8 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് ആണ് ഞങ്ങൾ വിശ്വാസത്തിൽ വരുന്നത്. അപ്പോൾ 8 അല്ല, ഒരു 7 വയസ്സ് കഴിഞ്ഞു, 8 കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോഴാണ് ആ സമയത്ത് മസ്കറ്റിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം ആ തിരുവചനത്തിൽ നിന്ന് ഇങ്ങനെ ഞങ്ങളോട് സംസാരിച്ചു. ഇത് ആ കുരുടനോട്
കുരുടനെ പറ്റി പറയുന്നത് ആ വചന ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയെങ്കിൽ വെളിവാകേണ്ടതിനാകണമെന്ന് ആ ഒരു വാക്ക് കിട്ടിയതോടെ, ആ വാക്യം കിട്ടിയതോടെ ഞങ്ങളങ്ങ് ദൈവത്തിൽ വളരെ ആശ്വസിച്ചു. പിന്നെ ഇങ്ങനെ അവൾ പാട്ട് പാടും, എല്ലാവരും പാടുന്നതിൻ്റെ കൂടെ പാടും, എല്ലാവരും പാട്ട് നിർത്തി അവളും നിർത്തും, അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയാണ് ചെറിയ പ്രായത്തിലുള്ള ഒരു 2-3 വയസ്സ് വരെ വളർത്തിയത്. അപ്പോൾ അമ്മച്ചിയും പറയുമായിരുന്നു ഇവൾ പാട്ട് പാടാനുള്ള കഴിവൊക്കെ അവൾക്കുണ്ട്, പക്ഷേ അവൾ തന്നെ പാടത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അവളൊരു 7th സ്റ്റാൻഡേർഡ് വരെ ഇവിടെ നാട്ടിൽ പഠിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ കൂടെ അങ്ങ് കൊണ്ടുപോയി അവിടെ മസ്കറ്റിൽ നിൽക്കുമ്പോഴാണ് ഇവൾ ചെറുതായിട്ടിങ്ങനെ, എന്നാലും നമ്മുടെ കൂടെ പാടത്തുള്ളൂ. പിന്നെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ അവളെ എൻകറേജ് ചെയ്ത് അവൾ ഒരു ദിവസം തന്നെ പാടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു മോള് ചർച്ചിലൊന്ന് പാടാവോ എന്ന് ചോദിച്ച് അവൾ ചർച്ചിലൊരു ദിവസം ഒരു പാട്ട് പാടി. അത് കഴിഞ്ഞ് പിന്നെ അവൾക്കൊരു നല്ല ധൈര്യമായി. ഒരു ദിവസം തന്നെ പാടിയപ്പോഴേ പിന്നെ അവൾക്ക് എല്ലാവരും എൻകറേജ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഫാനിമോള് പാടുമെന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ ചിന്ത എന്തുവാ? അന്നേരം നമുക്ക് വലിയ സന്തോഷം തോന്നി. പിന്നെ എൻ്റെ മറ്റേ മോള് പറഞ്ഞു ഇവള് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. ആദ്യമേ ഒരു 2-3 വയസ്സ് വരെ സംസാരിക്കാനുള്ള ആ ഒരു ഇതും ഇല്ലായിരുന്നു. അമ്മയെന്നൊന്നും വിളിക്കാനൊന്നും അവൾക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് അന്നൊരു ദൂത് ഇവളോട് ഉണ്ടായിരുന്നു. ഇവൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇവളിങ്ങനെ പലയിടത്തും പല സ്റ്റേജുകളിലും ദൈവത്തിൻ്റെ നാമമായിട്ട് കയറും. അത് പാട്ട് പാടാനാണോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ദൈവത്തിൻ്റെ നാമമായിട്ട് പല സ്റ്റേജുകളിലും ഇവൾ നിൽക്കും. എന്നീ കുഞ്ഞിനെ പറ്റി ഒരു ദൈവാലോചന ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് മസ്കറ്റ് വെച്ച് ഇങ്ങനെ ഒരു UCYFൻ്റെ ഒരു കോമ്പറ്റീഷൻ വന്ന്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ വെറുതെ ചോദിച്ചതാ ഫാനിമോളെ കോമ്പറ്റീഷന് പോകുന്നോന്ന് വെറുതെ ചോദിച്ചതാ. അപ്പോൾ അവൾക്ക് താല്പര്യമുണ്ട് പോകണമെന്ന്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് എന്താന്നുള്ളൊരു ഇതൊക്കെ മനസ്സിലുണ്ടെങ്കിലും അവളുടെ ഇഷ്ടമല്ലേ പോട്ടെ എന്നും പറഞ്ഞ് വിട്ടതാ. അത് ദൈവം അവളെ ഇങ്ങനെ എന്താ പറയുന്നത്, വീട്ടിൻ്റെ ഒരു മൂലയിൽ ഇരിക്കുമായിരുന്നു അന്ന്. സത്യം പറഞ്ഞാൽ സ്കൂളിലെ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ ഇവള് വീട്ടിലങ്ങ് ഇരിക്കുക വെറുതെ. അന്നേരം ദൈവം അവളെ കോമ്പറ്റീഷനിലാണ് ഫാനിമോൾ ആദ്യമായിട്ട് പാടാൻ തുടങ്ങുന്നത്. അതെ, ആദ്യമായിട്ട് അവള് വെളിയിൽ പാടിയതാ. ഒരു ദിവസം ഒരു ചർച്ചിലൊന്നും പാടിയിട്ടുണ്ടല്ലാതെ ഇങ്ങനെ. അത് വാസ്തവത്തിൽ ഈ മത്സരമെന്ന് പറയുമ്പം എനിക്ക് ആ ഗ്രൂപ്പിനെ അറിയാം. ഞാൻ അവരുടെ മീറ്റിങ്ങുകൾക്ക് പ്രസംഗിച്ചിട്ടുണ്ട്. മസ്കറ്റിലുള്ള UCYF എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അവിടെയുള്ള എല്ലാ ചർച്ചസിലെയും യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അവിടെയാണ് ഫാനിമോൾ പാടിയത് അല്ലേ? ആ മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ടിൽ ഫൈനൽ റൗണ്ടിലെത്തി. അത് ഓരോ ഏജ് കാറ്റഗറി ഉണ്ടല്ലോ. അങ്ങനെ ഇവള് 18 to 24 വരുന്ന ഏജ് കാറ്റഗറിയിൽ ഇവള് ടോപ്പറായി. പിന്നെ ടോട്ടലിലുള്ള ടോപ്പേഴ്സിനെ എല്ലാം കൂടെ എടുത്ത് വീണ്ടും ഒരു 4th സ്റ്റേജ് മത്സരം നടത്തി. അതിനകത്ത് നിന്ന് 1st, 2nd, 3rd വന്നതിൽ ഇവള് ഫസ്റ്റായിരുന്നു. പിന്നെ ആ 3 പേരിൽ ടോപ്പർ ഇവളായിരുന്നു. ഓക്കെ, സത്യത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വേദിയിൽ പാടി എല്ലാ മത്സരാർത്ഥികളെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഫാനിമോൾ അവിടെ വിജയിച്ചു. ഒരു 100-ലധികം പേരുണ്ടായിരുന്നു അതിനകത്ത് മത്സരിക്കാൻ, എല്ലാ ചർച്ചകളിൽ നിന്നും കൂടെ. ഒരു പക്ഷെങ്കിൽ ഇത് കേൾക്കുമ്പം UCYFന്റെ വേദി ഒരു വലിയ വേദിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഭയങ്കര വേദിയൊന്നുമല്ല. ഐഡിയ സ്റ്റാർ സിംഗർ പോലെയോ അതുപോലെയുള്ള ഏതെങ്കിലും റിയാലിറ്റി ഷോ പോലെയുള്ള വലിയൊരു വേദി അങ്ങനൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ള അവകാശവാദങ്ങളുമില്ല. പക്ഷേ ഒരപ്പനെയും അമ്മയും സംബന്ധിച്ച് വലിയ നിരാശയ്ക്കകത്തു നിന്ന് അവരുടെ പ്രതീക്ഷയില്ലാതിരുന്ന ഒരനുഭവത്തിൽ നിന്ന് എന്തോ ചിലത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ലെവലിലേക്ക് ആ മത്സരം ഈ കുടുംബത്തെ എത്തിച്ചു. ഒരു കുടുംബത്തിനുണ്ടായ സന്തോഷമാണ്. ഞാൻ പറയാൻ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ഒരു വാക്ക് സിസ്റ്റർ പറഞ്ഞായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ കർത്താവ് ഒരു ആലോചന പറഞ്ഞെന്ന്. അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, കർത്താവ് നമ്മുടെ കഴിവ് നോക്കിയല്ല നമ്മളെ വിളിക്കുന്നത്. നമ്മുടെ കഴിവുകേടുകളിൽ നിന്നാണ് കർത്താവ് നമ്മളെ പല സന്ദർഭങ്ങളിൽ വിളിക്കുന്നത്. അപ്പം ഫാനിമോൾ സംസാരിക്കാതിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അവളെ വേദികളിൽ നിർത്തുമെന്നുള്ള ഒരു വാഗ്ദത്തമാണ്. ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ
ഹാർവസ്റ്റ് ടിവിയുടെ സ്റ്റുഡിയോ ഹാളിൽ ഇരിക്കുമ്പോൾ നിശ്ചയമായും ആ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാണ്. അതെ, ഫാനിമോൾ എന്നെ പറയുന്നു. എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഒരു ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയാമെന്ന്. ശരിക്കും ഇങ്ങനൊരു വാഗ്ദത്തം അന്ന് മുതലേ ഉണ്ടായിരുന്നു. ശരിക്കും ആ വാഗ്ദത്തം ഇപ്പോഴും നിറവേറിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ട്. സ്തോത്രം. ഫാനിമോളെ, ആ മത്സരത്തിൽ പാടിയ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പാടിയാൽ അത് വളരെ സന്തോഷമായിരുന്നു. തീർച്ചയായിട്ടും. ഏതായിരുന്നു ആ പാട്ട്? ആ പാട്ട് ഉയരുള്ള നാൾ വരെ എന്നുള്ള പാട്ടാണ്. ആരാ അത് പാടിയിട്ടുള്ളത്? ഈ പാട്ട് പാടിയിട്ടുള്ളത് ഇമ്മാനുവൽ ഹെൻറിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണുള്ള ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇമ്മാനുവൽ ഹെൻറി പാടിയ പാട്ടാണ്. ഇമ്മാനുവലിന് വേണ്ടിയാണ് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇമ്മാനുവൽ ഹെൻറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോങ് ഡെഡിക്കേഷനാണിത്. ഫാനിമോള് ആദ്യമായിട്ട് വേദിയിൽ പാടുകയും 100-ലധികം വരുന്ന മത്സരാർത്ഥികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഫാനിമോൾ വിജയിക്കുകയും ചെയ്ത ആ പാട്ട് ഇമ്മാനുവൽ ഹെൻറി പാടിയതാണ്. ഇമ്മാനുവൽ ഹെൻറി നമുക്കറിയാമല്ലോ. ഫാനിമോൾ നമുക്ക് വേണ്ടി ഒന്ന് പാടാൻ പോവുകയാണ്.
പാട്ട് പാടും ശോകം നിറയും ഭൂവകിൽ ശോഭന ഗീതം പാടും ഞാൻ ശോകം നിറയും ഭൂവകിൽ ശോഭന ഗീതം പാടും ഞാൻ പാപഭാരം മാറ്റി യേശു മോദം എൻ്റെ ഉള്ളിൽ നിറച്ചു പാപഭാരം മാറ്റി യേശു മോദം എൻ്റെ ഉള്ളിൽ നിറച്ചു പാടുവാനാ ഒരുപാട് നന്മകൾ തന്നു പാടുവാനാ ഒരുപാട് നന്മകൾ തന്നു എന്റെ കൺകീടമേശുത്താൻ എന്റെ കൺകീടമേശുത്താൻ എന്റെ കൺകീടമേശുത്താൻ എന്റെ കൺകീടമേശുത്താൻ എൻ ജീവിതത്തിൻ കാലം എൻ വാഴ്വതിന്റെ ഈണം എല്ലാം എല്ലാം യേശുത്താൻ ഉയർത്തുന്ന യേശുവേ ഉന്നത ദേവനേ ഉയർത്തുന്ന യേശുവേ ഉന്നത ദേവനേ ഉലകങ്ങൾ നിന്നെ പാടുമേ ഉത്തമ നിന്റെ നാമത്തെ ഉത്തമ നിന്റെ നാമത്തെ ഫാനിമോൾക്ക് ദൈവം നൽകിയ താലന്ത് എന്താണെന്ന് ഈ ഒരു പാട്ടിൻ്റെ ചില വരികൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുക. നിശ്ചയമായും ഫാനിമോള് ഒരു അതുല്യ പ്രതിഭയാണ്. ഫാനിമോൾ, എന്താണ് ഇനിയുള്ള താല്പര്യം? തീർച്ചയായിട്ടും എൻ്റെ താല്പര്യം രാജ്യങ്ങളിൽ ദൈവം തരുന്ന വേദികളിൽ ജനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തെ ഉയർത്തണം എന്നുള്ള ഒരു താല്പര്യത്തിലാണ്. തീർച്ചയായിട്ടും ദൈവം ഫാനിമോൾക്ക് അതിനുള്ള കൃപ, അതെ, അതിനുള്ള അഭിഷേകം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, തീർച്ചയായിട്ടും ആ രാജ്യങ്ങളിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യമായി പോകുമെന്നുള്ള ആ വാക്തത്വം തീർച്ചയായിട്ടും ഞാൻ ഉറച്ചിരിക്കുക. ആ വാക്തത്വത്തെ മുറുകെ പിടിച്ചിട്ടാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആ വഴി ദൈവം തുറക്കും എന്നുള്ള ആ ധൈര്യം, അവർ പൂർണ്ണ വിശ്വാസം. ഞാൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെങ്കിൽ ഫാനിമോളെ പോലെയോ അല്ലെങ്കിൽ ഇതിന് സമാനമായിട്ടുള്ളതോ ആയിട്ടുള്ള ഒരുപാട് കുറവുകളോ ന്യൂനതകളോ പ്രശ്നങ്ങളോ ഒക്കെയുള്ള പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നുണ്ടാകാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫാനിമോള് ഒരു ഉദാഹരണമാണ്. എത്ര തകർച്ച എന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റും. അതെ അതെ, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അപ്പം ഒരുപക്ഷെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും താഴ്ചയിൽ നിന്നും കർത്താവിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്ക് പുറത്തു വരാനായിട്ട് പറ്റും. ഞാൻ ഫാനിമോളെ പരിചയപ്പെടുന്നത് ഫാനിമോളൊക്കെ കൂടി നടക്കുന്ന ചർച്ചിൻ്റെ ശുശ്രൂഷകനായി ഞാൻ ചെന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും കൂടുതലായി പരിചയപ്പെടുന്നത് അവിടെ ചെന്നാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എപ്പോൾ ചെന്നാലും ഫാനിമോൾ വളരെ പ്ലസൻ്റാണ്, വളരെ സന്തോഷമാണ്. എന്തോ ഉണ്ടെന്ന് ചോദിച്ചാൽ സന്തോഷത്തോടെ മറുപടി പറയത്തുള്ളൂ. ഒരിക്കലും ഫാനിമോളുടെ പ്രശ്നത്തിൽ ഫാനിമോൾ നിരാശിതയായിട്ടോ സങ്കടപ്പെടുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും സന്തോഷവതിയായിട്ടാണ് ഫാനിമോളെ കണ്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഫാനിമോളുടെ ഡെയിലി റൊട്ടൈൻ തന്നെ വളരെ വ്യത്യസ്തമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സാധാരണ പോലെ അല്ല. എങ്ങനെയാണ് ഫാനിമോള് ഒരു ദിവസം ചെലവഴിക്കുന്നത്? ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ ഉണരുമ്പം തന്നെ ഇരുന്ന് കുറേ സമയം പ്രാർത്ഥിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ ഉറങ്ങായിരിക്കും, പക്ഷേ ഇദ്ദേഹം എഴുന്നേറ്റ് രാവിലെ തന്നെ അങ്ങ് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് വന്ന് എല്ലാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ ഒരു കീബോർഡുണ്ട്, അവിടെ അങ്ങ് നേരെ പോയിരിക്കും. ഒരു ഉച്ച വരെ ആ പാട്ടും കീബോർഡ് വായനയും എല്ലാമായിട്ട് കറക്റ്റ് ഉച്ച വരെ അതിൻ്റെ മുന്നില്ല മണിക്കൂർ അങ്ങ് ഇരിക്കും. വേറെ പരിപാടിയൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്ന് ഉറക്കം കഴിഞ്ഞാൽ വൈകുന്നേരം എണീറ്റ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കീബോർഡിൻ്റെ അടുത്താണ്. പിന്നെ രാത്രി എപ്പോഴാ സന്ധ്യയ്ക്ക് പ്രാർത്ഥനാ സമയത്ത് മാത്രം
അവിടെ നിന്ന് ഇറങ്ങി വരും ഫുൾ ടൈം. അത് എത്ര സമയമൊന്നും നമുക്ക് പറയാൻ പറ്റുകയല്ല, ഫുൾ ടൈം എൻ്റെ അത് തന്നെ ആയിരിക്കും. അതായത് ഫാനിമോളുടെ ലൈഫ് തന്നെ ആരാധനയ്ക്കകത്താണ്. എനിക്കത് അറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഫാനിമോള് ലൈഫിൻ്റെ ഏതാണ്ട് പൂർണ്ണ സമയവും ആരാധനയിൽ തന്നെയാണ് ചെലവഴിക്കുന്നത്. ഫാനിമോളുടെ കീബോർഡിൻ്റെ മുൻപിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഇരുന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനാണ് അവിടെ നിന്ന് പിന്നെ എഴുന്നേൽക്കുന്നത്. അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണവും വിശ്രമവും കഴിഞ്ഞാൽ പിന്നെയും കീബോർഡും പാട്ടും ആരാധനയും തന്നെയാണ്. നിശ്ചയമായിട്ടും അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഫാനിമോൾ അങ്ങനെ ചെയ്യാറുമില്ല. നിശ്ചയമായിട്ടും ഇതൊരു ഭയങ്കര നിറവാണ്. ദൈവം അവളെ ശക്തിയോടെ ഉപയോഗിക്കട്ടെ. ഫാനിമോളുടെ ദർശനം നിങ്ങൾ കേട്ടല്ലോ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ രാജ്യങ്ങളിൽ വേദികളിൽ പ്രയോജനപ്പെടണം. ഞാൻ വിശ്വസിക്കുന്നത് മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശയുടെ കഴിവോ വാക്സാമർത്ഥ്യമോ ഭാഷാശൈലിയോ സാഹിത്യമോ ഒന്നും കണ്ടിട്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്. മോശയേക്കാൾ മിടുക്കനായിരുന്നു അഹരോൻ. മോശ പറഞ്ഞത് അഹരോനെ തിരഞ്ഞെടുക്കാൻ, പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ്. മോശ പറയുന്നുണ്ട് ഞാൻ വാക്സാമർത്ഥ്യമില്ലാത്തവനാണ്, പക്ഷേ ആ മോശയാണ് ഇസ്രയേലിനെ പുറപ്പെടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ചത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിവുകേടുകളിൽ ഒരാൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, പരിമിതികളിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, മോശയെ ഉപയോഗിച്ച ദൈവം, എബ്ബേസിനെ കുറിച്ച് പറയുന്ന എബ്ബേസ് തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായിരുന്നു. സത്യത്തിൽ അവൻ്റെ ജനനം മാന്യമായിട്ടായിരുന്നില്ല, അവൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം വരെ മാന്യമായിട്ടായിരുന്നില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ മാന്യത അവനിൽ വന്നത്. അതുകൊണ്ട് അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ തൻ്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായിരുന്നു. ഒരു പക്ഷെങ്കിൽ എബ്ബേസിൻ്റെ ലൈഫ് പോലെ ഒരു വലിയ മാറ്റം നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഫാനിമോളെ ഏറ്റവും അധികം സ്വാധീനിച്ച പാട്ട് ഏതായിരിക്കും? ഏതാണ് ഫാനിമോളെ ധൈര്യപ്പെടുത്തിയത്? ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ എന്നുള്ള പാട്ടാണ് എനിക്ക് ഏറ്റവും ധൈര്യം തന്ന പാട്ട്. അതൊന്ന് പാടുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായിരുന്നു. തീർച്ചയായും. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എന്ത് ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്ന് നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്ന്
നല്ല ദൈവത്തോട് ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുമ്പിൽ കാഴ്ചയേകിടാം. ഫാനിമോൾക്ക് നമ്മുടെ ശ്രോതാക്കളോട് എന്ത് മെസ്സേജാണ് പറയാനുള്ളത്? ഈ ഒരു സാഹചര്യത്തിൽ ഫാനിമോളെ ദൈവം സഹായിച്ചു, വളരെ അനുഗ്രഹിക്കപ്പെട്ട ശബ്ദം തന്നു, പാടാനുള്ള പ്രാപ്തി തന്നു. ഫാനിമോളുടെ ശബ്ദം, ഫാനിമോളുടെ പാട്ട് ഒത്തിരി പേർക്ക് അനുഗ്രഹമാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങൾക്ക് ഫാനിമോൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താ? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം ഏത് പ്രശ്നത്തിലും നമ്മൾക്ക് ഒരു ധൈര്യം വേണം. അതിനെ നേരിടാനുള്ള ഏറ്റവും വലിയ ധൈര്യം നമ്മളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷത്തിലും നാം ദൈവത്തോട് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ പോരാടാനുള്ള ഒരു ശക്തി ദൈവം നിങ്ങൾക്ക് തന്നു. യേശുക്രിസ്തുവിനെ അത് അറിഞ്ഞ് സ്നേഹിക്കുക, യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് യേശുവിൻ്റെ വചനത്തിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് പൂർണ്ണമായിട്ടും ആരാധിക്കുക. ഫാനിമോൾക്ക് പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജ് അതാണ്. അതായത് ഏത് പ്രശ്നം വന്നാലും ധൈര്യപ്പെടുക, ദൈവത്തിൽ ആശ്രയിക്കുക. പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുന്നതും നമ്മളെ ഉദ്ധരിക്കുന്നതും ദൈവമാണ്. അതുകൊണ്ട് ഏതെങ്കിലും തകർച്ചയിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകും. നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടും. വളർത്താൻ ആരും വേണ്ട, സഹായിക്കാൻ ആരും വേണ്ട, നിർത്താൻ ആരും വേണ്ട. അതൊക്കെ ദൈവം അതാത് സമയങ്ങളിൽ ഒരുക്കി തരും. ധൈര്യപ്പെടുക. നമ്മൾ പ്രാർത്ഥിച്ച് ഈ സെഷൻ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നിശ്ചയമായിട്ടും ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന 10,000-കണക്കിന് ആളുകളെ ഈ കുടുംബത്തിൽ ദൈവം ചെയ്ത നന്മ നിമിത്തം ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഫാനിമോളെ പോലെയുള്ള പ്രശ്നം അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബലപ്പെട്ട് ദൈവം നിങ്ങളെ സഹായിക്കും. ഞങ്ങൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഫാനിമോൾക്ക് വേണ്ടിയും അപ്പോൾ തന്നെ ശ്രോതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ നാമത്തിൽ ഈ വാത്സല്യ കുടുംബത്തിനായി സ്തോത്രം. അവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കർത്താവേ അവർക്ക് ചില പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ ആ പ്രശ്നങ്ങളെ ദൈവം നന്മയാക്കിയല്ലോ ജീസസ്. അവരുടെ കുടുംബജീവിതത്തിൽ ദൈവം നൽകിയ ആദ്യ തലമുറയിൽ ഒന്ന് കണ്ണിന് കാഴ്ചയില്ലാത്തതായി മാറിയെങ്കിലും ആ പ്രിയ പൈതലിനെ അവരുടെ അഭിമാനമാക്കി ദൈവം ഇന്ന് മാറ്റുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഒത്തിരി പേരെ നിലനിർത്താനുള്ള ആത്മശക്തിയും കൃപയും ഈ കുടുംബത്തിന് മേൽ ദൈവം പകരണമേ. കർത്താവേ, ഫാനിമോൾക്ക് ദൈവം കൊടുത്ത എല്ലാ കൃപയ്ക്കായി അഭിഷേകത്തിനായി സ്തോത്രം. അപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ഇതിന് സമാനമായി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല കുടുംബങ്ങളുണ്ടല്ലോ കർത്താവേ. കാലഘട്ടങ്ങൾ പലത് കഴിഞ്ഞിട്ടൊന്ന് പുറത്തു വരാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ. ദൈവം അവരെ സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ചില റൈറ്റായിട്ടുള്ള ഇടങ്ങളിൽ ദൈവം അവരെ എത്തിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. അവരുടെ കഴിവുകേടുകൾ കഴിവാകുന്ന, അവരുടെ ബലഹീനതകൾ ബലമാകുന്ന സ്തോത്രം. ദൈവകൃപയുടെ വല്ലഭത്വം അവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു ദൈവം ഉയരത്തിലുണ്ടെന്ന്, ആ ദൈവം തങ്ങളെ സഹായിക്കുമെന്നുള്ള ധൈര്യം തന്നെ കുഞ്ഞുങ്ങളുടെ മേൽ ദൈവം പകർന്നിട്ട് ഉള്ളം തുറന്ന് നിന്റെ ജനത്തെ എല്ലാം അനുഗ്രഹിക്കുന്നു. ഈ പ്രോഗ്രാം ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനമാകട്ടെ. വിശേഷിച്ച് ഹാർവസ്റ്റ് ടിവിയുടെ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ധൈര്യപ്പെടുക. ഏത് പ്രശ്നങ്ങളെയും സധൈര്യം നേരിടുക. കർത്താവ് തുണ നിൽക്കും. അതുകൊണ്ട് വചനം പറയുന്നത്, കാകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യരെന്നോട് എന്ത് ചെയ്യും? തക്ക തുണയായ കർത്താവ് കൂടെ നിൽക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you all. Amen.